ഉക്രൈന് പിന്നാലെ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതായി അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കിഴക്കൻ യൂറോപ്പിന്റെ അതിർത്തി തർക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് റഷ്യ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതായത് അതിനു വേണ്ടിയിട്ട് ചെറു സായുധ സംഘങ്ങളെ അവിടേക്ക് അയക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ, ഇസ്റ്റോണിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് സമീപം നിലവിൽ റഷ്യ വലിയ രീതിയിൽ സൈനിക വിന്യാസവും ഡ്രോൺ വിന്യാസവും യുദ്ധവിമാനങ്ങളും മറ്റും വിന്യസിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാറ്റോ രാജ്യങ്ങൾ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും, അവരുടെ ആയുധശേഷി എത്രയാണ്, അവർക്കിടയിലുള്ള ഐക്യം എത്രത്തോളമാണ് എന്നൊക്കെ പരിശോധിക്കാൻ കൂടിയാണ് റഷ്യ ഇത്തരത്തിൽ നീങ്ങുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അമേരിക്ക കരുതിയത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ റഷ്യ തിരിയില്ല എന്നായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയങ്ങളിലെല്ലാം റഷ്യയുടെ എണ്ണയ്ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അവരുടെ റിഫൈനറികളെല്ലാം തന്നെ ഉക്രൈൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നിരുന്നു. ഇതോടുകൂടി റഷ്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. ഈ ഒരു സാഹചര്യത്തിലാണ് പുടിൻ ഇപ്പോൾ ഈ പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനു പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകുമെന്ന് പുടിൻ കരുതുകയും ചെയ്യുന്നു. 5 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് നിലവിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമോ യുദ്ധം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലോ അമേരിക്കയ്ക്ക് ഈ നാറ്റോ രാജ്യങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ അല്പം പ്രയാസകരമാകും എന്ന് റഷ്യ കരുതുകയും ചെയ്യുന്നു. കാരണം ഇറാൻ അമേരിക്ക വാറിൽ അവർക്ക് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ഷോർട്ടേജ് വലിയ രീതിയിൽ ആയുധങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അവസരം കൂടി കണ്ടുകൊണ്ടാണ് പുടിന്റെ ഈ നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.